ഏ ഏ ആരുടെ സ്കൂളില്ല? എന്താ ചുളിപ്പില്ലാത്തത്? സ്കൂളില്ല. സ്കൂളിൽ പോകുന്നവർക്കൊക്കെ മുട്ടായി കിട്ടുമല്ലോ. നല്ല മുട്ടായി കിട്ടും സ്കൂളിൽ പോകുന്നവർക്ക്. ഹേ ഗൈസ്, അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നാനൂട്ടിന് നമ്മള് എന്താണ് ഒരു പ്രീ കെ ജി പോലെ എടുത്ത് പഠിക്കാൻ കൊണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോകുന്നതിന് മുമ്പുള്ള ഒരു ചെറിയൊരു ഡ്രാമയാണ് കേട്ടോ ഇവിടെ. ഇത് സ്ഥിരം ഇവിടെ ഇങ്ങനെ ഉണ്ട്, ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ കാണും പോകുന്നതിന് കുറച്ച് മുമ്പായിട്ട്. പിന്നെ അവൻ സെറ്റാണ് കേട്ടോ. പക്ഷെ ആ ഒരു ടൈമിൽ അവന്റെ ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എനിക്ക് ഭയങ്കരമാണ് കേട്ടോ. പക്ഷെ അവനവിടെ സെറ്റ് ആവുമെന്ന് എനിക്ക് അറിയാം. അന്ന് സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച ആൾ ഓക്കെയാണ്, പിന്നെ കാര്യമില്ല കേട്ടോ. പിന്നെ അവിടെ സെറ്റ് ആവും. അങ്ങനെ അവനെ കൊണ്ടാക്കിയിട്ട് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് നടന്നു കഴിഞ്ഞാൽ ചെല്ലാമേ. അപ്പം ഞാൻ ദേ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെയാണ് അവൻ പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അവനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നോക്കാം, അവൻ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടി. എനിക്ക് ഭയങ്കര ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയാണ് അവൻ എങ്ങനെയുണ്ട് എന്നറിയാനായിട്ട്. സോ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ദേ ഇതാണ് കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടി വരികയാണ് എന്നെ കണ്ടിട്ട്. പോയി ചെരുപ്പൊക്കെ എടുത്തിടുന്നുണ്ട്. അങ്ങനെ അവൻ സെറ്റാണ്, ഓക്കെയാണ്. അവൻ്റെ ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സോ എനിക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ. അതിനുശേഷം ഞാനും പിന്നെ ഇപ്പോൾ ഓക്കെയാണ്, അവൻ സെറ്റാണ്, ടാറ്റയൊക്കെ ഭയങ്കര ഒരു എന്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ ദേ നാനൂട്ടനെ വിളിച്ചുകൊണ്ട് ഞാൻ വരികയാണ്. അപ്പം ഞാൻ നാനൂട്ടൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ആ കൊണ്ടാക്കുന്ന ടൈമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ സങ്കടം. അപ്പോൾ ഞാൻ എങ്ങനെയുണ്ടെന്ന് അറിയാമെന്ന് ചെല്ലി വീഡിയോ എടുത്തതാണ്. സോ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വന്നേല്ലേ, അപ്പം പിന്നെ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് വരും. അത് അവനൊരു സ്ഥിരമായിട്ടൊരു ഇതായിക്കോട്ടെ, ഒരു റൊട്ടീൻ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ദേ വീട്ടിലെത്തിയ ആൾ ഓക്കെയാണ്. അപ്പം ഞാൻ രാവിലെ കൊണ്ടാക്കുമ്പോൾ അവൻ്റെ അടുത്ത് പറയും കേട്ടോ, അവന് ഇങ്ങനെ സ്വീറ്റ്സ് കൊടുക്കുക അല്ലെങ്കിൽ മിഠായി കൊടുക്കുക, എന്തെങ്കിലും ഒരു വാക്ക് പറയും. അപ്പം ഞാൻ അത് കറക്റ്റായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നീട് അവൻ നമ്മൾ പറയുന്ന ഒന്നും വിശ്വസിക്കാതെ ആവുമല്ലോ. കുട്ടി വന്ന് അവൻ്റെ ബാഗ്, അവൻ്റെ ക്യാപ്പ് ഇതൊക്കെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടിടാൻ അവനറിയാം കേട്ടോ. സോ അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് മുട്ടായി ചോദിക്കാൻ. അപ്പൊ ഞാൻ അവന് പറഞ്ഞതുപോലെ ചെയ്യുന്നോണ്ട് അവൻ എന്നും ഡെയിലി പറയുമ്പോൾ അവൻ അതിൽ ഓക്കെയാണ്, ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അങ്ങനെ ദേ മുട്ടായി ഒക്കെ കൊടുത്തു. ഞാനോട്ട മുട്ടായി ഒക്കെ കഴിച്ചപ്പോ അത്രേ ഉള്ളൂ. വീഡിയോ ഷെയർ ചെയ്യേണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൊക്കെ. ബൈ.